കോഴിക്കോട് കൊയിലാണ്ടി ഗുരുദേവ കോളേജിൽ SFI പ്രവർത്തകനെ മർദ്ദിച്ച് കോളേജ് പ്രിൻസിപ്പാൾ. മർദ്ദനത്തിൽ SFI കൊയിലാണ്ടി ഏരിയ പ്രസിഡന്റ് അഭിനവിൻ്റെ കർണപടം തകർന്നു. കോളേജിൽ നാളെ വിദ്യാർത്ഥി പ്രതിഷേധം സംഘടിപ്പിക്കും. അതേസമയം SFIയുടെ പരാതിയിൽ പ്രിൻസിപ്പാളിനെതിരെ കേസെടുത്തു. ഹെൽപ് ഡെസ്ക് പ്രവർത്തനത്തിന്റെ ഭാഗമായി കോളേജിൽ എത്തിയ SFI കൊയിലാണ്ടി ഏരിയ പ്രസിഡന്റ് അഭിനവിനെയാണ് ക്രൂരമായി മർദ്ദിച്ചത്. പ്രിൻസിപ്പൽ സുനിൽ ഭാസ്കർ, സ്റ്റാഫ് സെക്രട്ടറി രമേശൻ KP എന്നിവർ ചേർന്ന് മർദ്ദിച്ചതായാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. മർദ്ദനത്തിൽ അഭിനവിന്റെ ഇടതുചെവിയുടെ കർണപടം പൊട്ടി. SFI ഹെൽപ് ഡെസ്ക് പ്രവർത്തനം കോളേജിൽ നടത്താൻ അനുവദിക്കില്ല എന്നും തുടർന്നാൽ പുറത്താക്കും എന്ന രീതിയിൽ പ്രിൻസിപ്പൽ ഭീഷണി മുഴക്കിയതായി വിദ്യാർത്ഥികൾ പരാതിപ്പെട്ടിരുന്നു. ഇക്കാര്യം സംസാരിക്കാനായി കോളേജിൽ എത്തിയ SFI ഏരിയ പ്രസിഡന്റ് അഭിനവിനെ പ്രിൻസിപ്പൽ സുനിൽ ഭാസ്കർ ഒരു പ്രകോപനവും ഇല്ലാതെ മർദ്ദിക്കുകയായിരുന്നു. എന്താ പ്രശ്നം? ഹെൽപ്പ് ഡെസ്ക് എല്ലാ കോളേജിലുള്ളതാണ്, അങ്ങനൊരു എല്ലാ കോളേജിലും ഇടുന്നതാണ്, സാറിന് എന്താ പ്രയാസം എന്ന് ചോദിച്ചപ്പോഴാണ് ഇനി ആരാടാ ചോദിക്കുക, പുറത്തുനിന്ന് വന്ന ഗുണ്ടകളോടൊന്നും ഞാൻ സംസാരിക്കില്ല, നമ്മളങ്ങനെയൊന്നും മോശമായിട്ട് സംസാരിച്ചില്ല, നമ്മൾ വളരെ മാന്യമായിട്ട് സാറോട് ചോദിക്കുക. അപ്പോഴാണ് ഗുണ്ടകളോടൊന്നും ഞാൻ സംസാരിക്കില്ല, ചിലക്കാണ്ട് കൂടുമെന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഈ ആരാ ചോദിക്കാൻ മോനെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തതാ, തലയും ചെവിനോടും കൂട്ടിയിട്ട് മൂപ്പരടിച്ചതാണ്. മൂപ്പരൊരു എക്സ് മിലിറ്ററി മാനാണെന്നുള്ളതാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ മൂപ്പര് ആരോഗ്യശേഷി വെച്ചിട്ട് നല്ല അടിയാണ് എന്ത് ചെയ്ത് മൂപ്പരടിച്ചത്. കുറച്ച് നേരത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, തല കറങ്ങിയിട്ടേ. അതിനുശേഷം അടുത്ത വിദ്യാർത്ഥികളാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചത്. പ്രിൻസിപ്പാളിനെതിരെയും മർദ്ദിച്ച അധ്യാപകനെതിരെയും നിയമ നടപടി സ്വീകരിക്കണമെന്നും കോളേജിൽ നിന്ന് നടപടി സ്വീകരിക്കുന്നതുവരെ ശക്തമായ പ്രതിഷേധവുമായി മുൻപോട്ടു പോകുമെന്നും SFI വ്യക്തമാക്കി. ഈ അധ്യാപകർ മുഴുവൻ നിരന്തരമായിട്ട് വിദ്യാർത്ഥികളെ മോശമായിട്ട് കാണുകയും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും സദാചാരത്തിന്റെ കണ്ണോട് കാണുകയും നിരവധിയായിട്ടുള്ള പരാതികൾ ആഴ്ചയിൽ ഒരു പരാതി വെച്ചെന്നാണ് ഈ അധ്യാപകനെതിരായിട്ട് ഇങ്ങനെ വിദ്യാർത്ഥികൾ പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ പ്രിൻസിപ്പാളിനെതിരെ നിയമ നടപടിയും ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തുനിന്നുള്ള നടപടിയും ഉണ്ടാവാതെ അവിടെ ക്ലാസ് നടത്തേണ്ടതില്ല എന്നുള്ളതാണ് നമ്മൾ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ നിലവിലെ സംഘടന എന്നുള്ള നിലയ്ക്ക് ആലോചിച്ചിട്ടുള്ളത്. അഭിനവിന്റെ ഇടതുചെവിയുടെ കേൾവിശക്തി ഭാഗികമായി നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് അഭിനവ്. കൈരളി ന്യൂസ്, കോഴിക്കോട്.